ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നിക് മലയാളം ചാനൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ ഏറ്റവും പുതിയ ബജറ്റ് ഓഫറിംഗ് ആയ നോക്കിയ 3 ആണ്. നോക്കിയ എന്ന ബ്രാൻഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പ്രൊഡക്ഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് മൈക്രോസോഫ്റ്റ് നോക്കിയ എന്ന ബ്രാൻഡ് മേടിച്ചിരുന്നു. പിന്നീട് അത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഫോണായി മാർക്കറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഫോൺസും മാർക്കറ്റിൽ ലഭ്യമല്ല. എന്നാൽ ഇപ്പോൾ നോക്കിയ എന്ന ബ്രാൻഡ് വീണ്ടും റിവൈവ് ചെയ്തിരിക്കുകയാണ്. HMD ഗ്ലോബൽ എന്ന കമ്പനിയാണ് നോക്കിയ എന്ന ബ്രാൻഡ് വീണ്ടും വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ 3 ഫോൺസാണ് നോക്കിയ അനൗൺസ് ചെയ്തിരിക്കുന്നത്: നോക്കിയ 3, നോക്കിയ 5, നോക്കിയ 6. അതിൽ നോക്കിയ 3 മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ. നോക്കിയ 5ഉം നോക്കിയ 6ഉം പിന്നീട് ജൂലൈ മാസത്തിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. നോക്കിയ 5 ഓഫ്ലൈൻ ആണ്, ബട്ട് നോക്കിയ 6 ആമസോൺ ഓൺലി ആണ് അവൈലബിൾ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നോക്കിയ 3 ആണ്. ഇതാണ് ഏറ്റവും വില കുറഞ്ഞ നോക്കിയ സ്മാർട്ട് ഫോൺ, അതായത് ഇപ്പോൾ അനൗൺസ് ചെയ്തതിൽ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിന്റെ പ്രൈസ് 9500 രൂപയാണ്. റീറ്റെയിൽ സ്റ്റോഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിന്റെ സ്പെക്സ് നോക്കാം. ഇത് ആൻഡ്രോയിഡ് 7.0 ആണ് വരുന്നത്. പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ് പറയുന്നത്. അലുമിനിയം ഫ്രെയിം ആണ്. HD ഡിസ്പ്ലേ ആണ്. 5 ഇഞ്ചസ് HD ഡിസ്പ്ലേ ആണ്. പോളറൈസ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സൽ ഫ്രണ്ടും റിയർ ക്യാമറയും 8 മെഗാ പിക്സൽ ആണ്. ഓട്ടോ ഫോക്കസ് ഉണ്ട്. പിന്നെ 4G LTE വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ജിയോ സിം കാർഡ്സ് സപ്പോർട്ടഡ് ആണ്. ഒരു MediaTek ക്വാഡ് കോ ചിപ്പ് സെറ്റ് ആണ്. MT6737 ക്വാഡ് കോ ചിപ്പ് സെറ്റ് ആണ് അതിൽ വരുന്നത്. 2GB റാമും വരുന്നുണ്ട്. 16GB സ്റ്റോറേജും ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ മൈക്രോ SD കാർഡ് എക്സ്പാൻഡബിളും ആണ്. അപ്പോൾ ഇതാണ് നോക്കിയ 3ന്റെ സ്പെസിഫിക്കേഷൻസ്. 2650 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നോക്കിയ 3ന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ബോക്സ് നോക്കാം. ബോക്സ് പഴയ നോക്കിയ ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ ലോഗോ വരുന്നുണ്ട്. പ്രോപ്പർ ആൻഡ്രോയിഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് നോക്കിയ സ്മാർട്ട് ഫോൺ ആണ് ഇത്. ഇതിനു മുമ്പ് വന്നതെല്ലാം ഫോക്ഡ് ആൻഡ്രോയിഡ് ആയിരുന്നു. അപ്പോൾ പ്രോപ്പർ ആൻഡ്രോയിഡ് അല്ലായിരുന്നു. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മേളിൽ കാണാം നോക്കിയ 3 സ്മാർട്ട് ഫോൺ ആണ് ഏറ്റവും മേളിൽ കാണുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് ക്വാളിറ്റിയാണ് നോക്കിയ വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു മാറ്റ് ഫിനിഷ്. ഇത് പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണ്. സൈഡ് ഫ്രെയിം അലുമിനിയം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ സിം ട്രേ കാണാം. റൈറ്റ് സൈഡിൽ പവറും വോളിയം കീസും ഉണ്ട്. ടോപ്പ് പാനലിലാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കും താഴെ സ്പീക്കർ യൂണിറ്റും പിന്നെ ഒരു ചാർജിങ് യൂണിറ്റുമാണ് വരുന്നത്. റിയർ പാനലിൽ ഒരു 8 മെഗാ പിക്സൽ ക്യാമറ, LED ഫ്ലാഷ്, നോക്കിയന്റെ ലോഗോ. ഫ്രണ്ട് പാനലിലാണെങ്കിൽ ഒരു 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയുണ്ട്. പിന്നെ 3 കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസും 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഒരു സിം ഇജക്ടർ പിൻ ഉണ്ട്. അതായത് പോളികാർബണേറ്റ് യൂണിബോഡി ഡിസൈൻ ആയത് കാരണം സിം ഇജക്ടർ പിൻ ഉണ്ട്. പിന്നെ സേഫ്റ്റി ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ചാർജർ വരുന്നുണ്ട്. USB കേബിൾ ആണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റാൻഡേർഡ് മൈക്രോ USB കേബിൾ ആണ്. പിന്നെ വരുന്നത് ഒരു ഇയർഫോൺ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇയർഫോൺസ് ആണ് വരുന്നത്. വളരെ മികച്ച ഇയർഫോൺസ് ഒന്നും പറയാൻ പറ്റില്ല, ബേസിക് ആയ ഇയർഫോൺസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് അഡാപ്റ്റർ ആണ്. ഇതാണ് നോക്കിയന്റെ അഡാപ്റ്റർ. വോൾട്ടേജ് റേറ്റിംഗ് ആണെങ്കിലോ 5 വോൾട്ട് 1 ആംപിയർ ആണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല, സാധാരണ ബേസിക് ചാർജിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഫോൺ നോക്കാം. ഇതാണ് നോക്കിയ 3 എന്ന മോഡൽ. അപ്പോൾ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. ഇതൊരു HD ഡിസ്പ്ലേ ആണ്. 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ്. നല്ല റെസ്പോൺസ് ആണ്. ടച്ച് റെസ്പോൺസും കൊള്ളാം. കളർ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. വ്യൂയിങ് ആംഗിൾസ് തിരക്കേടില്ലാത്തൊരു വ്യൂയിങ് ആംഗിൾസ് ആണ് തരുന്നത്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയാണ് തരുന്നത്. പിന്നെ ഇതിനകത്ത് ഗൂറില ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആണ്. 2.5D ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് കാണാം ഒരു കേർവ്ഡ് 2.5D ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. പിന്നെ റിയർ പാനൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. മെറ്റീരിയൽ ക്വാളിറ്റി വളരെ മികച്ചൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. കയ്യിൽ യൂസ് ചെയ്യാവുന്ന നേരത്ത് നമുക്ക് കാണാവുന്നതാണ്. നല്ലൊരു ക്വാളിറ്റിയാണ് തരുന്നത്. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആൻഡ്രോയിഡ് 7.0 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ ആണ്. പിന്നെ ഇതിനകത്ത് കാണാം നിങ്ങൾക്ക് സ്റ്റോക്ക് ലൈക്ക് UI ആണ്. കസ്റ്റമൈസേഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ സെറ്റിംഗ്സ് പാനൽ നോക്കിയാലും കാണാം അത്യാവശ്യം നല്ല സെറ്റിംഗ്സ് പാനലാണ്. 16GB സ്റ്റോറേജ് ആണ് തരുന്നത്. 2GB റാമുമാണ് തരുന്നത്. പെർഫോമൻസ് വൈസ് തിരക്കേടില്ലാത്തൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മികച്ച പെർഫോമൻസ് ഒന്നും തരുന്നില്ല. കാരണം MediaTekന്റെ MT6737 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഒരു ബേസിക് ചിപ്സെറ്റ് ആണ്, ഒരു പവർഫുൾ ചിപ്സെറ്റേ അല്ല. അത് കാരണം ബേസിക് പെർഫോമൻസിന് കോൾസും ഇന്റർനെറ്റ് യൂസേജും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനെല്ലാം ഒരു നല്ല ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും അത്ര മെച്ചമല്ല. ഗെയിമിംഗ് പെർഫോമൻസ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ ഒരുപാട് ലാഗ് വരുന്നുണ്ട്. ഗെയിമിങ്ങിൽ ഹെവി ഗെയിമിങ്ങിൽ ഒരുപാട് ലാഗ് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഫോൺ ഒരു ഗെയിമിങ്ങിനായുള്ള ഒരു ഫോണേ അല്ല.
മറിച്ച് ഇതൊരു നോർമൽ ഡേ ടു ഡേ യൂസേജിന് പറ്റിയ ഒരു ഫോണാണ്. സെറ്റിംഗ്സ് പാനലും സോഫ്റ്റ്വെയറും എല്ലാം നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് തരുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ, ഇതിൽ 8 മെഗാ പിക്സൽ റിയർ ക്യാമറ, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ സെറ്റിംഗ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ കാണാം നിങ്ങൾക്ക് അത്യാവശ്യം ഭേദപ്പെട്ട സെറ്റിംഗ്സ് ആണ് വരുന്നത്. HDR ഉണ്ട്, പിന്നെ വീഡിയോ റെക്കോർഡിംഗ് 720p ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഭേദപ്പെട്ട സെറ്റിംഗ്സ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി അത്ര മികച്ചതല്ല. കാരണം നിങ്ങൾക്ക് കാണാം ക്യാമറ സാമ്പിൾസ് എല്ലാം ഒരു 10,000 പ്രൈസ് സെഗ്മെന്റിലുള്ള ഫോണിന്റെ അത്ര പെർഫോമൻസ് ഒന്നും ക്യാമറ തരുന്നില്ല. എസ്പെഷ്യലി റിയർ ക്യാമറ 8 മെഗാ പിക്സൽ ക്യാമറ ഞങ്ങൾ എടുത്ത കുറച്ച് സാമ്പിൾസ് ആണ് കാണുന്നത്. ഒരു ആവറേജ് ക്യാമറ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഒരു മികച്ച ക്യാമറയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് തന്നിരുന്നത്. ഈവൻ അതർവൈസ് അത്ര ഒരു നല്ല ബെസ്റ്റ് സെൽഫി ക്യാമറയാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 10,000 റേഞ്ചിൽ ഒരു 8 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് വേണ്ട ഒരു പെർഫോമൻസ് എല്ലാം ഇതിനും വരുന്നുണ്ട്. അപ്പോൾ ഒരു അബവ് ആവറേജ് ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റിയർ ക്യാമറ സ്ട്രിക്ട്ലി ആവറേജ് ആണ്, വളരെ ഒരു നല്ല പെർഫോമൻസ് ഒന്നും അല്ല കാഴ്ചവെക്കുന്നത്. നോക്കിയ എന്ന ബ്രാൻഡ് ഒരു ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആയിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്യാമറ തീർച്ചയായും ഡിസപ്പോയിന്റിംഗ് ആണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് അത്യാവശ്യം ഭേദപ്പെട്ടൊരു ബാറ്ററി ലൈഫാണ് വരുന്നത്. ഒരു ദിവസമൊക്കെ എങ്ങനെയാണെങ്കിലും നിൽക്കും ആവറേജ് യൂസേജിൽ. ഹെവി യൂസേജ് ആണെങ്കിൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ എ ഡേ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ബട്ട് മോർ ഓർ ലെസ് ആവറേജ് പെർഫോമൻസിൽ ഒരു ദിവസം എന്താണെങ്കിലും ഇതിൽ ബാറ്ററിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ 3ന്റെ അൺബോക്സിങ്ങും ക്വിക്ക് ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ്സിൽ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ക്വയറീസും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫോൺ ഇപ്പോൾ അവൈലബിൾ ആണ് സ്റ്റോഴ്സിൽ. 9,500 ആണ് ഇതിന്റെ പ്രൈസ്. 9,499 ആണ് എക്സാക്ട് പ്രൈസിങ്. ഇത് എല്ലാ റീറ്റെയിൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയ ബ്രാൻഡിലെ ഏറ്റവും ബഡ്ജറ്റ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയ ഏറ്റവും വില കുറഞ്ഞ നോക്കിയ സ്മാർട്ട് ഫോൺ, അതായത് നോക്കിയ 3. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺസ് റിവ്യൂസും എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.